ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അമാവാസി വഴിപാടാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിന് നമ്മുടെ വീട്ടിലുള്ള നമ്മളിലുള്ള എല്ലാ രീതിയിലുമുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പല ദോഷങ്ങളാകാം, ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല. നമ്മളിലുള്ള എല്ലാ ദോഷങ്ങളെയും നെഗറ്റിവിറ്റിയെയും സർവ്വകാര്യങ്ങളെയും എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ കർത്തവാവിന് ചെയ്യാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ചെയ്യാം. അതായത് ഇന്നിപ്പം പീരിയഡ്സോ പുലയോ വാലായ്മയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒന്നെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാവുന്നതാണ്. ഇത് ചൊവ്വാഴ്ച ശനിയാഴ്ച കർത്തവാവ് രാത്രിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. അതായത് ഏകദേശം ഒരു 7 മണിക്ക് ശേഷം നല്ല ഇരുട്ടായിട്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ വടക്ക് പടിഞ്ഞാറ് മുറിയിലാണ്, കോർണറിലാണ്. അതായത് ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് കോർണർ എന്ന് പറയുമ്പോൾ അടുക്കളയിലോ നമ്മുടെ ഹോളിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഞാൻ ഈ പറയുന്ന വസ്തു വെക്കാനായിട്ടുള്ള സ്പേസ് ഉള്ളത് എവിടെയാണോ അവിടെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ഒരു 7 മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത്. മറ്റൊന്നുമല്ല ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു മണ്ണിൻ്റെ ഒരു പാത്രമാണ്. അതൊരു മൺവിളക്കാവാം, അല്ലെങ്കിൽ മണ്ണിൻ്റെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ പാത്രമുണ്ടെങ്കിൽ അത് എടുക്കാം. ഇനി മൺപാത്രമോ മണ്ണിൻ്റെ വലിയ വിളക്കോ ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ ഒരു പാത്രം എടുക്കണം. വേറെ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്. ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ എന്തെങ്കിലും പാത്രം എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പ് സ്റ്റീലും എടുക്കാം. പക്ഷേ അതിന് റിസൾട്ട് കിട്ടും, വളരെ പതിയെ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ആ ഒരു സമയം ആരെക്കൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്യിപ്പിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മണ്ണിൻ്റെ പാത്രം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എന്താണോ അതെടുത്തല്ലോ, അതിലേക്ക് ഒരു പിടി കറുത്ത ഉഴുന്നിടണം എന്നുള്ളതാണ്. കറുത്ത ഉഴുന്ന് നമുക്ക് കടയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. വളരെ കുറച്ച് മതി, ആ ഒറ്റ പിടി നമുക്ക് മതിയായിരിക്കും. അങ്ങനെ നമ്മൾ ആ കറുത്ത ഉഴുന്ന് ഒരു പിടി എടുത്തിട്ട് നമ്മുടെ ഇടത് കയ്യിൽ പിടിക്കണം, വലത്തെ കയ്യിലല്ല. അത് ശ്രദ്ധിച്ചോണം, കൈ മാറരുത്. ഇടത്തെ കയ്യിൽ നമ്മൾ ആ ഒരു കറുത്ത ഉഴുന്ന് പിടിക്കണം. കറുത്ത ഉഴുന്ന് കയ്യിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ കടം, രോഗം, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. എന്നെയും എൻ്റെ കുടുംബത്തിനെയും കുടുംബത്തിലുള്ളവരെയും ബാധിച്ചിരിക്കുന്ന സർവ്വ ദോഷങ്ങളും എന്നിൽ നിന്ന് മാറിപ്പോകണം എന്ന് നമ്മൾ മനസ്സിൽ പറയുക. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എടുക്കുക നമ്മൾ. എന്നിട്ട് നമ്മുടെ ഇടത് കൈകൊണ്ട് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് 4 പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് അതുകൊണ്ട് ചുറ്റണം. 4 പ്രാവശ്യം മാത്രമേ ചുറ്റാവൂ, കൂടാനും പാടില്ല കുറയാനും പാടില്ല. എന്നിട്ട് ആ ഒരു കറുത്ത ഉഴുന്ന് നമ്മുടെ കയ്യിൽ അപ്പോഴും ഉണ്ട്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം 10 മിനിറ്റ് ചൊല്ലണം. ഇത് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് 10 മിനിറ്റ് തന്നെ ചൊല്ലണം. 10 മിനിറ്റ് ഫോണിൽ അലാറം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മന്ത്രം ചൊല്ലണം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം സർവദോഷം നാശയ നാശയ. ഓം ഹ്രീം സർവദോഷം നാശയ നാശയ. നമ്മൾ ഈ മന്ത്രം കറക്റ്റ് 10 മിനിറ്റ് ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ കറുത്ത ഉഴുന്ന് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം, മണ്ണോ സ്റ്റീലോ ഇരുമ്പോ എന്താണോ അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇരിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമ്മുടെ അടുത്തടുത്ത് വെച്ചിരിക്കണം. ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി. ഒരു ഗ്ലാസ് വെള്ളവും കൂടി അടുത്തടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇടത് കൈയിലെ നടുവിരലുണ്ടല്ലോ, നടുവിരൽ കൊണ്ട് ആ ഒരു വെള്ളത്തിൽ മുക്കിക്കഴിയുമ്പോൾ നമ്മുടെ ആ കൈ വിരലിൽ കുറച്ച് വെള്ളം പറ്റും. അത് നമ്മൾ ആ ഒരു കറുത്ത ഉഴുന്നിലോട്ട് ഇറ്റിറ്റ്, അതായത് 4 തുള്ളി, കൂടുതൽ വീണെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 4 തുള്ളി മതിയാവും. 4 തുള്ളി വീഴിക്കുക എന്നുള്ളതാണ്. 4 തുള്ളി വീഴിച്ചതിന് ശേഷം അത് ആ ഒരു വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അവിടെ തന്നെ വെച്ചിരിക്കണം. ഇത് ആദ്യത്തെ ദിവസത്തെ പ്രോസസ്സാണ്. തുടർച്ചയായി 15 ദിവസം നമ്മളിത് ചെയ്യണം എന്നുള്ളതാണ്. അതായതിപ്പം കർത്തവാവിന് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന പൗർണമി വരെ. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴാണോ സമയം വരുന്നത്. അതിപ്പോൾ രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ രാവിലെയാണ് ചെയ്യാൻ സമയമെങ്കിൽ രാവിലെയും ചെയ്യാം. നിങ്ങൾ ചെന്നിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ
നടുവിരൽ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കിയിട്ട് 4 തുള്ളി വെള്ളം അതിലോട്ട് വീഴിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഒരു 11 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. അത്രമാത്രം മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ. ആ ഒരു ഉഴുന്നും ആ പാത്രവും അവിടെ തന്നെ ഇരുന്നോട്ടെ. 15-ാമത്തെ ദിവസം പൗർണമി വരുന്ന അന്ന് അത് അവിടെ നിന്ന് എടുത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന ജലമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കളയാവുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളഞ്ഞാൽ മതിയാകും. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അതെന്താണെങ്കിലും മാറി വരുന്നത് നിങ്ങൾക്കറിയാം. ദയവ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഇത് ചെയ്യാതെ ഇരിക്കരുത്. പീരിയഡ്സ് വരുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പീരിയഡ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്താൽ മതിയാവും. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വെച്ച് നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ പീരിയഡ്സ് വരുമ്പം നിങ്ങളിത് ചെയ്യാതെ ഇരിക്കണം. പീരിയഡ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അമാവാസിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വരുന്ന ശനിയോ ചൊവ്വായോ നിങ്ങൾക്കിത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ കാര്യം. ഇനിയിപ്പോൾ ചിലതിപ്പം നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുമ്പം ഒരുപാട് വെള്ളം അതിനകത്തുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊണ്ടുപോയി ചെരിച്ച് ആ വെള്ളം മാത്രം കളഞ്ഞിട്ട് ശരിക്കുള്ള അതിൻ്റെ യഥാർത്ഥ പ്ലേസിൽ കൊണ്ടുപോയി തിരിച്ച് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് മുളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു ധാന്യം നമ്മൾ വെച്ചിട്ട് അത് മുളച്ച് വന്നു കഴിഞ്ഞാൽ അതോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. അതൊരു ശുഭലക്ഷണമാണ്. നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റിയൊക്കെ കുറയുന്നു എന്നുള്ള ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അത് മുളച്ചാൽ അത് അവിടെ ഇരുന്ന് മുളച്ചോട്ടെ. കറക്റ്റ് 15-ാമത്തെ ദിവസം മാത്രമേ നിങ്ങളിത് എടുത്ത് കളയാവുള്ളൂ. ഇനി മുളച്ചില്ലെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ അടുത്ത 15 ദിവസം കഴിഞ്ഞ്, അതായത് പൗർണമി വരെ മുതൽ അമാവാസി വരെയുള്ള സമയത്ത് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കറുത്ത പക്ഷത്തിൽ വരുന്ന ശനി ചൊവ്വാഴ്ചകളിൽ മാത്രം ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ഫലം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന അമാവാസിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ 15 ദിവസം കാത്തിരിക്കണം. കാരണം കറുത്തവാവ് കഴിഞ്ഞ് വരുന്നത് വെളുത്ത പക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പൗർണമി, ഡിസംബറിൽ വരുന്ന പൗർണമി കഴിഞ്ഞ് വരുന്ന ശനി ചൊവ്വ അതേപോലെ തന്നെ ആ വരുന്ന കറുത്തവാവിന് മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും ഇന്ന് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ല നിങ്ങൾക്ക് ഇടയ്ക്ക് പീരിയഡ്സ് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഭർത്താവോ മക്കളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ട. ഭർത്താവ് അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തുടങ്ങി വെക്കാം. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഞാൻ തലയ്ക്ക് ചുറ്റുന്ന കാര്യം പറഞ്ഞല്ലോ 4 പ്രാവശ്യം. അപ്പം ആ തലയ്ക്ക് ചുറ്റി മന്ത്രം ചൊല്ലിയതിന് ശേഷം ആരെക്കൊണ്ടാണോ നിങ്ങൾക്ക് പീരിയഡ്സ് വരുമ്പം നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ തലയ്ക്കും കൂടി ഒന്ന് ചുറ്റിച്ചിട്ട് വേണം നമ്മളിത് ആ ഒരു പാത്രത്തിലിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെക്കാൻ. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പം നമ്മുടെ ഭർത്താവിനെ കൊണ്ട് നമുക്ക് പീരിയഡ്സ് വരുമ്പോൾ ഇത് ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ മന്ത്രം ചൊല്ലാനിരുന്നു. നിങ്ങളുടെ തലയ്ക്ക് ചുറ്റി മന്ത്രവും ചൊല്ലിയതിന് ശേഷം ആ ഒരു ഉഴുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ തലയ്ക്കും 4 പ്രാവശ്യം ചുറ്റണം. ചുറ്റിയിട്ട് വേണം ആ പാത്രത്തിലിത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പീരിയഡ്സ് വരുന്ന സമയത്ത് അവരെ കൊണ്ട് നമ്മൾക്ക് വെള്ളം ഇങ്ങനെ വീഴ്ചിട്ട് മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതിയാവും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.